മഹേശ്വരനായി ജയഘോഷമുണർത്തിടുവിൻ. വരുവിൻ പ്രമോദമോടെ സ്തുതിഗീതമുണർത്തിടുവിൻ. നിഖില ചരാചര നായകന രക്ഷകനീശനെ വാഴ്ത്തിടുവിൻ. സകല കൃപാവരദായകനെ സതതം വാഴ്ത്തിടുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ കൃപയും പിതാവായ ദൈവത്തിൻ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിലും അവിടുത്തെ പ്രിയദാസൻ തിയോഫിനച്ചെല്ലാം എത്രയും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരുപക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ വളരെ മനോഹരമായി ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് കർത്താവിന് തൻ്റെ ഭക്തരോടുള്ള കാരുണ്യം. വർണ്ണന അതീതമാണ്, മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ അപ്രാപ്യമാണ്. ഇന്നത്തെ സുവിശേഷം കാരുണ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ മുറിവേറ്റ് കിടന്നവനെ അവൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവൻ്റെ വേദന അത് സ്വന്തം വേദനയായി ഏറ്റെടുത്തുകൊണ്ട് അവനെ ശുശ്രൂഷിച്ചവനെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, ഇതാണ് യഥാർത്ഥ അയൽക്കാരൻ. നമ്മുടെ ചുറ്റും വേദനിക്കുന്നവരെയും നമ്മുടെ സാന്നിധ്യം ആവശ്യമായിരിക്കുന്നവരുടെയും അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ വേദനയിൽ പങ്കുചേർന്ന് അവർക്ക് ആശ്വാസം നൽകുമ്പോൾ അത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയൊരു അടയാളമായി മാറുന്നു. തീർച്ചയായിട്ടും ഈ സുവിശേഷ ഭാഗം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ദൈവം ഉണർത്തുന്ന വലിയൊരു അനുഭവമാക്കി മാറ്റാം. കാരുണ്യം ഉള്ളിൽ സൂക്ഷിക്കുവാൻ, കാരുണ്യമുള്ള വ്യക്തികളാകുവാൻ, അങ്ങനെ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നിറയ്ക്കുവാൻ. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ തിയോഫിനച്ചൻ്റെ പ്രത്യേകമായ സ്വർഗീയ മധ്യസ്ഥതയിൽ നമ്മൾ ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ മനുഷ്യരോടും സഹജീവികളോടുമൊക്കെ ദൈവത്തിൻ്റെ കാരുണ്യം അത് സ്വന്തം ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെയൊക്കെ പകർന്നു കൊടുത്തുകൊണ്ട് കടന്നുപോയ ഈ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി വിശുദ്ധിയോടുകൂടി അർപ്പിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധരോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തു
കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവേകശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരേകത്താൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ എല്ലാ കാലവും ചൊരിയണമേ. അങ്ങനെ മനസ്സാക്ഷി ഭയപ്പെടുന്നവ അവഗണിക്കുകയും യാചിക്കുവാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. എന്നാൽ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ ഞാൻ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അല്ലേലുയ്യ, അല്ലേലുയ്യ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അല്ലേലുയ്യ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു,
നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കുവാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടി കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി നിവർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ, നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു. സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു. മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടി അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ച് ഞങ്ങളും അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം.
കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് പോലെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരു മുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും എല്ലാ രൂപത അധ്യക്ഷന്മാരോടും പ്രത്യേകിച്ചും ഞങ്ങളുടെ അതിരൂപത മെത്രാനായ യൗസപിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നമുക്കേറ്റു ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്കേവർക്കും പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടേതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളോ ഭാഗ്യവാന്മാർ. കർത്താവേ, നീയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ
ആത്മാവു സുഖം നേടുവാൻ. ശീതളശീലുകളാൽ വാഴ്ത്തുക വാഴ്ത്തുക നാഥനെ ഞാൻ. അമലമാനസഗീതികളാൽ മാനവനാഥനെ വാഴ്ത്തുക നാം. ദാഹിക്കും കലമാൻ പോലെ വന്നിടാം നിൻ സവിധത്തിൽ. നീയാകും ചോലയിൽ നിന്നേ നീരെന്നും ഞങ്ങൾ കുടിക്കൂ. അമൃത ശീതളശീലുകളാൽ വാഴ്ത്തുക വാഴ്ത്തുക നാഥനെ നാം. അമലമാനസഗീതികളാൽ മാനവനാഥനെ വാഴ്ത്തുക നാം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുന്നു. എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തണമേ. ഒരിക്കലും അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവൈക ശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂദാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടുവാനും അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിനു നന്ദി.
വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. വേദനിക്കുന്ന മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച കർമ്മയോഗിയായ തിയോഫിനച്ചനെ ഞങ്ങൾക്ക് നൽകിയ സർവേശ്വര അങ്ങെന്ന് വാഴ്ത്തപ്പെടട്ടെ. പീഠത്തിന്മേൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ പ്രകാശം പരത്തിയും പാറപ്പുറത്ത് പണിതുയർത്തിയ ഭവനം പോലെ സകലർക്കും വെളിപ്പെട്ടുമുള്ള തിയോഫിനച്ചന് സുഗത ജീവിതം ദൈവമേ അങ്ങ് ഭൂമിക്ക് സമ്മാനിച്ച മനോഹരമായ വെളിപ്പെടുത്തലാണ് ഞങ്ങൾ അറിയുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഒരു സഹനബലിയാക്കി തീർത്ത് അനിതര സാധാരണമായ നന്മകൾ കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വിനീത ശിഷ്യനായി മാറിയ ദേവദാസൻ്റെ സവിധി ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു. ദേവദാസൻ്റെ സാന്നിധ്യമുറങ്ങുന്ന ഈ പുണ്യസമാധിയിൽ നാനാവിധ ദുഃഖങ്ങളാൽ ഹൃദയം തകർന്നടഞ്ഞിരിക്കുന്ന പ്രിയ മക്കളെ തൃക്കൻ പാർക്കണമേ. അവിടെ സങ്കടങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും അകറ്റുവാൻ പൊന്നിരുന്നിൻ്റെ പുണ്യമായ ദേവദാസൻ തിയോഫിനച്ചനെ ഞങ്ങളുടെ മധ്യസ്ഥതയ്ക്ക് യോഗ്യനാക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആലപിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. രണ്ടാം ക്രിസ്തു എന്ന നിലയിൽ ലോകമാദരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പാത പിന്തുടർന്ന് ഒരു കപ്പൂച്ചിൻ വൈദിക സന്യാസിയായി ജീവിച്ച് മാനവർക്ക് നന്മ ചെയ്ത് കടന്നുപോയ തിയോഫിനച്ച കാലവും തലമുറകളും ഒത്തിരി കടന്നുപോയിട്ട് ഞങ്ങൾ ആദരപൂർവ്വം അങ്ങ് ഓർമ്മിക്കുന്നു. അങ്ങ് അതിവേഗം വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന് കത്തോലിക്ക തിരുസഭയ്ക്കും ഭാരതസഭയ്ക്കും അഭിമാനമാകുവാനും ഞങ്ങൾക്കെന്നും ആശ്വാസമുള്ള മധ്യസ്ഥനാകുവാൻ ഇടവരുത്തണമെന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ നവീകരിക്കുവാൻ പൊന്നുരുന്നിയിലും മറ്റ് പ്രദേശങ്ങളിലും ഭവന സന്ദർശനങ്ങളിലൂടെ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ദേവദാസൻ തിയോഫിനച്ച അങ്ങയുടെ വിശുദ്ധി വഴി ഞാൻ കുടുംബങ്ങളിലെ കുറ്റവും കുറവും പരിഹരിച്ച് വേണ്ടത്ര ആത്മീയ ഉണർവും ഉത്തേജനവും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കുഞ്ഞുങ്ങളുടെ ആത്മീയ വാത്സല്യം പ്രകടിപ്പിച്ച തിയോഫിനച്ച ഇവിടെ സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും നന്മയിലും പരസ്പര സ്നേഹത്തിലും വളരുവാനും അവർക്കുയർന്ന പഠന വിജയവും നിർമ്മാണ ഭാവി ജീവിതവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെയും പിശാചിൻ്റെയും പ്രലോഭനങ്ങൾക്കെതിരെ ഇന്ദ്രനൃഹങ്ങളുടെയും ആശലക്കത്തിലൂടെയും ബുധനിഷ്ഠമായ സന്യാസ സമർപ്പണം നയിച്ച തിയോഫിനച്ച അങ്ങയുടെ ജീവിത വിശുദ്ധി വഴി ഞങ്ങൾക്കും ആത്മപരീക്ഷണങ്ങൾ അതിജീവിക്കുവാൻ കരുത്തേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ.
വ്യക്തിപരമായ ആകുലതകളും രോഗങ്ങളും പാടെ തിരസ്കരിച്ച് ഇടവേളകളില്ലാതെ കർമ്മനിരതനായി ജീവിച്ച തിയോഫിനച്ച രോഗികളായവർക്കും വേദന അനുഭവിക്കുന്നവർക്കും ആശ്വാസമുള്ളടമേ. ഏതൊരു സഹനവും മധുരമായി സ്വീകരിക്കുവാൻ പഠിപ്പിച്ച അങ്ങയുടെ ജീവിത മാതൃക അനുകരിച്ച് അവരും അവരുടെ പരിതാപകരമായ സാഹചര്യങ്ങളെ ദൈവിഷ്ടത്തിന് സമർപ്പിക്കുവാൻ കൃപയറിടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കൈകളിൽ ഉയർത്തിപ്പിടിച്ച കുരിശും തലയോടുമായി നിന്നുകൊണ്ട് മരണത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ധ്യാന പ്രസംഗനായ തിയോഫിനച്ച ക്ഷണഭങ്കുരമായ ലോകസുഖമോഹങ്ങൾക്കപ്പുറത്ത് നിത്യതയെ ആഗ്രഹിക്കുന്നവരാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ അപേക്ഷകളും യാചനകളും ദേവദാസൻ തിയോഫിനച്ചൻ്റെ മധ്യസ്ഥകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് മുഖ്യകാർമ്മികനായി കുർബാന അർപ്പിച്ച അരുൺ രാജച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനിലൂടെ, അച്ഛൻ്റെ സമർപ്പണ ജീവിതത്തിലൂടെ, പൗരോഹിത ജീവിതത്തിലൂടെ അനേക ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുവാൻ ഇടയാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിൽ പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെ നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് ഇടപ്പള്ളിയിൽ നിന്നുള്ള സേവ്യർ തൻ്റെ ബിസിനസ് തടസ്സം മാറുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ആ സഹോദരൻ്റെ യാചന കേൾക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. വാഴക്കുളം സോജൻ ജോസഫ് എയർപോർട്ടിലെ ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ 50 വയസ്സായി. ജീവിതത്തിലെല്ലാം തടസ്സമാണ്. മാരേജ് പോലും നടന്നിട്ടില്ല. ഈ സഹോദരൻ്റെ ജീവിതത്തിലെ തടസ്സം മാറിക്കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചലക്കപ്പെട്ടുള്ള മരിയ ജോലി കിട്ടുവാനും വിവാഹ തടസ്സം മാറുവാൻ വേണ്ടി ആ സഹോദരി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ടോറിൻ എഡ്യൂക്കേഷൻ ലോൺ പാസ്സാകാൻ വേണ്ടിയാണ് ആ സഹോദരൻ പ്രാർത്ഥിക്കുന്നത്. BSc ഹോട്ടൽ മാനേജ്മെൻറ്റിന് അഡ്മിഷൻ കിട്ടി, പക്ഷേ തുടർന്ന് പഠനത്തിലുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയാണ് ആ സഹോദരൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് നമുക്ക് യാചിക്കാം. ഒരമ്മ സ്വന്തം മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സുന്നിത ഭർത്താവുമായിട്ട് ചെറിയ വടക്കാണ്, 6 മാസമായിട്ട്. അവർക്കിടയിൽ സ്നേഹവും രമ്യതയും ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. ജോസഫ് ബാബുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗൾഫിലാണ്. ഈ കൊറോണ കാലത്ത് താൽക്കാലികമായിട്ട് ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയാണ്. തിരികെ ആ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാമ്പത്തിക കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടുവാനായിട്ട് ആ സഹോദരനെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ ധിക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഞങ്ങൾ നിരവധിയായ പ്രാർത്ഥനകളെ ശ്രവിച്ച് അങ്ങ് അനുഗ്രഹത്താൽ അനേകർക്ക് നന്മ ചെയ്ത് കടന്നുപോയ ദൈവദാസനായ തിയോഫിനച്ചൻ്റെ സുഖൃത ജീവിതം ഓർത്ത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. തിയോഫിനച്ചൻ ധന്യൻ, ആശ്വാസമേകിടും സിദ്ധൻ, അപ്പൂച്ചിൻ സഭയ്ക്കെന്നും അലങ്കാരം, അനുദിനമനുഗ്രഹം തേടി വരും ഭക്തർക്കെല്ലാം നിൽക്കുന്ന താതൻ, ധന്യനാം താതൻ.
ദൈവത്തിനും മനുഷ്യർക്കും മധ്യം നിന്നുകൊണ്ട് അനേകായിരങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന പൊന്നുരുന്നിയിലെ പുണ്യമായ തിയോഫനച്ച നന്ദിയോട് ഞങ്ങൾ അങ്ങേ ഓർമ്മിക്കുന്നു. ത്യാഗത്തിൻ്റെയും മാനവസ്നേഹത്തിൻ്റെയും പാതയിൽ സഞ്ചരിച്ച് ഈശ്വരമായ ഭൂമിയെ മനോഹര കർമ്മങ്ങളാൽ സമ്പന്നമാക്കി അങ്ങേയും ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും സേവിച്ചും കടന്നുപോയ ഞങ്ങളുടെ വിശുദ്ധ പാതയെ ഞങ്ങളും അനുകരിക്കുന്നു. കാവ്യവസ്ത്രം ധരിച്ചും അരയിൽ കനത്ത ചരട് കെട്ടിയും സർവസംഘ പരിത്യാഗിയായി ഞങ്ങൾക്കിടയിൽ ജീവിച്ച മനസ്സ്നേഹിയായ അങ്ങോട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദേവദാസൻ തിയോഫനച്ചൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചവർക്ക് നിയോഗസാധ്യങ്ങൾ നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. നന്ദിയേകിട നല്ലവനാം ദൈവത്തിന് നന്ദിയേകിട സ്തുതികളേകിട സ്തുതികളേകിട നല്ലവനാം ദൈവത്തിന് സ്തുതികളേകിട. ദേവദാസൻ തിയോഫനച്ചന് മധ്യസ്ഥ ലഭിച്ച ഏതാനും ചില അനുഗ്രഹങ്ങൾ ഓർക്കുകയാണ്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. വിശേഷിച്ച് ഈ ദിവസങ്ങളിൽ ലഭിച്ചൊരു പ്രത്യേക അനുഗ്രഹം, എൻ്റെ ബാങ്ക് ATM കാർഡ് നഷ്ടപ്പെട്ടു. എവിടെയാണെന്നൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. വല്ലാതെ വിഷമിച്ചു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി അത് തിരികെ ലഭിച്ചു. ഒരുപാട് നന്ദി എന്നൊരു വിശ്വാസി. റോയി എന്നൊരു സഹോദരൻ തൻ്റെ മകളെ ഓർത്താണ് നന്ദി പറയുന്നത്. അനീറ്റ മേരി BTech എക്സാമിന് നല്ല മാർക്കോടുകൂടി വിജയം വരിച്ചു. സുനന്ദ ബിജു പെരുമ്പളത്തിൽ നിന്ന ജോലി ദിവസം മാറി ആഗ്രഹിച്ച ജോലിയിൽ തന്നെ പ്രവേശിക്കാൻ കഴിഞ്ഞെന്ന് ഓർത്താണ് ആ സഹോദരി നന്ദി അർപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഈ ആശ്രമവുമായി സഹകരിക്കുന്ന ഒരു സഹോദരൻ്റെ വീട് സന്ദർശിക്കാനിടയായി. പേര് കൈരോളി കൊട്ടപ്പാടത്ത്. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ കാത്തു നിന്നത് കൈരോളിയുടെ അമ്മയാണ്, റീത്ത മേരി. ഒരുപാട് സ്നേഹത്തോടെ അമ്മ സംസാരിച്ചു. ഈ റീത്ത എന്നത് എൻ്റെ അമ്മയുടെയും കൂടി പേരാണ്. അതുകൊണ്ട് എന്നെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. സത്യത്തിൽ ഈ അമ്മയുടെ ജീവിതത്തിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു ദുരന്തം ഉണ്ടായി. കൈരോളിയുടെ അമ്മ റീത്ത മേരിക്ക് 2015 ജനുവരി 10-ാം തീയതിയാണ്. തലയിൽ എന്തെന്നില്ലാത്തൊരു വേദന, ഛർദിൽ വന്നു, തല കറങ്ങുന്നു. കാരണമറിയാനായിട്ട് മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി CT സ്കാൻ എടുത്തപ്പോഴാണ് അറിയുന്നത് ശിരസിൽ നരമ്പ് പൊട്ടിയിരിക്കുക, രക്തം പടരുന്നു, 2 നരമ്പുകൾ പൊട്ടാറായി, മരണം പോലും സംഭവിച്ചേക്കാം. ഡോക്ടർ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷൻ നടത്തിയാലും ഒരുപക്ഷെ തളർന്നു പോകാനും ഇടയുണ്ട്. ഈ കൈരോളിയാകട്ടെ എപ്പോഴും ആശ്രമത്തോട് ചേർന്ന് നിൽക്കുന്നൊരു സഹോദരനാണ്. 4-ാം ക്ലാസ്സിൽ അൽത്താര ബാലനായിരുന്നു ഈ ആശ്രമ ദേവാലയത്തിൻ്റെ. പിന്നെ യുഫ്ര യുവാക്കളുടെ സംഘടനയുടെ ഒരു നല്ല അംഗമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ സർവീസ് സെൻ്ററിലെ ജോലിക്കാരൻ, പിന്നെ ചർമ്മവാർഷികത്തിലൊക്കെ എപ്പോഴും മുൻപന്തിൽ നിൽക്കുന്നൊരു ചെറുപ്പക്കാരൻ. ഇതാ അമ്മയ്ക്കൊരു ദുരന്തം വന്നപ്പോൾ ആശ്രയിക്കുവാനായിട്ട് ഓടി വന്നത് ഈ ആശ്രമത്തിൽ തന്നെയാണ്, തിയോഫനച്ചൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട്. അന്ന് ആശ്രമത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നത് ആണ്ടൂസച്ചനാണ്. അച്ഛൻ പറഞ്ഞു, നീ പോയി തിരികെ വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ ഒരു ഫോട്ടോയും കൊണ്ടുവരണമെന്ന്. അവൻ കൊണ്ടുവന്നു. റീത്ത ചേച്ചിയുടെ ആ ഫോട്ടോ തിയോഫനച്ചൻ്റെ ഫോട്ടോയോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചോളാം, നീ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ തിങ്കളാഴ്ച ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. എന്നാൽ ഞായറാഴ്ച വൈകിട്ട് അമ്മയുടെ ബോധം പോയി. ആ അവസ്ഥയിൽ ഓപ്പറേഷൻ നടത്തുക വളരെ അപകടകരമാണ്. അതുകൊണ്ട് മാറ്റിവെക്കേണ്ടി വന്നു. ആ രാത്രി മുഴുവൻ ഈ മകൻ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തിയോഫനച്ചൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം വീണ്ടും CT സ്കാൻ എടുക്കാനായിട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ബോധമുണ്ട്, എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആ CT സ്കാൻ എടുത്തപ്പോൾ അറിയുക 2 നരമ്പല്ല 6ഓളം നരമ്പുകൾ പൊട്ടാറായിരിക്കുക. ഏറ്റവും അപകടകരമായൊരു അവസ്ഥയാണ്. ഓപ്പറേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും അപകടമാണ്. ഒടുവിൽ അവർ തീരുമാനിച്ചു ഓപ്പറേഷൻ ചെയ്യാമെന്ന്. അങ്ങനെ ബുധനാഴ്ച ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു.
ആ ദിവസങ്ങളിലൊക്കെ ആശ്രമത്തിൽ വൈദികർ ആ സഹോദരനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ബുധനാഴ്ച കാലത്ത് 8 മണിക്കാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. തീർന്നതാകട്ടെ വൈകിട്ട് 3 മണിക്ക്. ഏറ്റവും വിജയകരമായിട്ട് ആ ഓപ്പറേഷൻ നടന്നു. 12 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മ മടങ്ങി വന്നത് വീട്ടിലേക്കല്ല, ഈ ആശ്രമത്തിൻ്റെ സമാധിയിലേക്കാണ്. കാറിൽ നിന്നും പതിയെ ഇറങ്ങി നടന്നു സമാധിയിലേക്ക് വന്നപ്പോൾ ആണ്ടൂസച്ചൻ കാത്തിരിപ്പുണ്ടായിരുന്നു. ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ തിയോഫനച്ചൻ്റെ ഫോട്ടോയോട് ചേർത്ത് വെച്ച അമ്മയുടെ ഫോട്ടോ എടുത്ത് തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, തിയോഫനച്ചൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാകും. വളരെ പെട്ടെന്ന് അമ്മയ്ക്ക് രോഗസൗഖ്യമുണ്ടായി. തുടർന്ന് കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ഈസ്റ്റർ തിരുനാളിലൊക്കെ ആശ്രമത്തോട് ചേർന്ന് അമ്മ ആ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തു. ഏപ്രിലുണ്ടായിരുന്ന ചരമവാർഷികത്തിലുമൊക്കെ അമ്മ പങ്കെടുത്തു. ഇപ്പോഴാകട്ടെ 5 വർഷം കഴിഞ്ഞു. തേജസ്സോടെ സന്തോഷത്തോടെ അമ്മയുടെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഈ അമ്മയുടെ ജീവിതം മരണത്തോടടുത്തപ്പോഴും തിയോഫനച്ചനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതവും ആയുസ്സും നീട്ടിക്കിട്ടി. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിയോഫനച്ചൻ്റെ മധ്യസ്ഥം യാചിക്കാനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ അമ്മ. തീർച്ചയായിട്ടും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തിയോഫനച്ചൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആ വിശ്വാസത്തോടെ തിയോഫനച്ചനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന നാമകരണ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ അനന്തവും അഗ്രാഹ്യവുമായ പരിപാലനയെ ഓർത്തുകൊണ്ട് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ വിശ്വസ്തദാസനായ തിയോഫനച്ചൻ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ കാര്യസാധ്യത്തിനായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ തിയോഫനച്ചന്റെ മഹത്വീകരണത്തിന് വേണ്ടി അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പാവപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും രോഗികളിലും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലും അങ്ങേ ദർശിക്കുവാനും അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുവാനുമുള്ള ആഗ്രഹവും കഴിവും നൽകി തിയോഫനച്ചനെ അനുഗ്രഹിച്ച അങ്ങ് ത്യാഗപൂർണവും സേവനനിരതവുമായ ജീവിതത്തിലൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എനിക്കും പ്രദാനം ചെയ്യണമേ. സ്നേഹസ്വരൂപനും എല്ലാ നന്മകളുടെയും ദാതാവുമായ ദൈവമേ, ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന തിരുവചനങ്ങളിൽ വിശ്വസിച്ചും പ്രത്യാശിച്ചും ഇതാ ഞാൻ അവിടുത്തെ പക്കൽ എന്നെ മുഴുവനായും സമർപ്പിക്കുന്നു. ഞാൻ യാചിക്കുന്ന ഈ സഹായം നമ്മുടെ വ്യക്തിപരമായ അപേക്ഷകളിൽ നിമിഷം ഓർത്തെടുത്ത് ദേവദാസൻ തിയോഫനച്ചൻ്റെ മധ്യസ്ഥ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ തിരുഹിതത്തിനും മഹത്വത്തിനും ഉതകും വിധം എനിക്ക് നൽകണമേ എന്ന് വിനയപൂർവം അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ മേൽ ദൈവികാനുഗ്രഹങ്ങളുടെ വർഷമാരി ഉണ്ടാകുവാൻ വേണ്ടി നമുക്കിപ്പോൾ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ശിരസ് നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പോകുന്ന വഴികളിലൊക്കെ
ദൈവദാസൻ്റെ ആശീർവാദകരങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാകണമേ. ദേവദാസനായ തിയോഫിനച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദേവദാസനായ തിയോഫിനച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദേവദാസനായ തിയോഫിനച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവൻ നിങ്ങൾ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷകനാമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുവാനായി തൻ്റെ തൃക്കരങ്ങൾ നീട്ടി എപ്പോഴും നിൽക്കുന്ന നമ്മുടെ ദിവ്യകാരുണ്യ യേശുനാഥൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹൃദയത്തിൽ നിന്നും ഉയരുന്ന നിശബ്ദമായ സ്തുതിഗീതികളാൽ നമുക്ക് നമ്മുടെ യേശുനാഥനെ ആരാധിക്കാം. നമുക്കേവർക്കും ഒരു സ്വപ്നമുണ്ട്. ജീവിതത്തെക്കുറിച്ച് പല സ്വപ്നങ്ങളും നാം കാണുന്നവരാണ്. സ്വപ്നങ്ങളാണ് പലപ്പോഴും നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നാം അനുഭവിക്കാറുണ്ട്. ദൈവത്തോട് പലപ്പോഴും നാം മല്ലിടുന്നതും ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നതും നമ്മുടെ സ്വപ്നങ്ങൾ തകരുമ്പോഴാണല്ലോ. ഈ ഒരു ദിനത്തിൽ നാം സ്വപ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന സ്വപ്നങ്ങളാണോ അതോ ദൈവത്തിൻ്റെ സ്വപ്നമാണോ നാം പ്രാവർത്തികമാക്കേണ്ടത്? ജീവിതത്തിൽ സ്വപ്നങ്ങൾ തകർന്നു പോയ ഒത്തിരി വ്യക്തികളെ വേദപുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്നു.
ഏറെ പ്രത്യേകിച്ച് സഭയുടെ പാലകനായിട്ട് ഇന്ന് നാം വണങ്ങുന്ന യൗസേപ്പ് പിതാവ്. ജോസഫ് നീതിമാനായിരുന്നു എന്ന് നാം പറഞ്ഞു വെക്കുമ്പോൾ തന്നെയും അവൻ പച്ചയായ ഒരു മനുഷ്യനായിരുന്നുവെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ഒരു മനുഷ്യന് വേണ്ട എല്ലാവിധ വികാരങ്ങളും അവനുണ്ടായിരുന്നു, സ്വപ്നങ്ങൾ അവനുണ്ടായിരുന്നു. തൻ്റെ ഭാവിയിൽ തനിക്ക് ലഭിക്കാവുന്ന നല്ലൊരു കുടുംബജീവിതത്തെക്കുറിച്ച് അവൻ സ്വപ്നം കണ്ടിരുന്നു. തൻ്റെ പ്രതിസുത വധു, അവളിലൂടെ ലഭിക്കാവുന്ന കുടുംബജീവിതത്തിൻ്റെ സുഖം, ഇതൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ച ആ മനുഷ്യൻ്റെ അടുത്തേക്കാണ് ഒരു വാർത്ത ഇടിതീ പോലെ വന്നു വീഴുന്നത്. മറിയം ഗർഭിണിയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വ്യസനിച്ച് നിൽക്കുന്ന ജോസഫ് തൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ വീണ്ടും നുള്ളിപ്പെറുക്കുവാനായിട്ട് ഒരു തീരുമാനമെടുത്തു. മറിയത്തെ ഉപേക്ഷിക്കാം രഹസ്യമായിട്ട്. എന്നാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്വപ്നം കടന്നു വരികയാണ് ദൂതൻ്റെ രൂപത്തിൽ. അതെ, ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നു അത്. നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട, കാരണം അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. പിന്നീട് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നാണ്. സ്വന്തം സ്വപ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നത്തെ അവൻ നെഞ്ചോട് ചേർത്തപ്പോൾ ആ ലോകത്തിൻ്റെ മുമ്പിൽ അവനൊരു പരാജിതനായി മാറിയിരിക്കണം. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സന്താനങ്ങളാണ്. ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് വഴി തൻ്റെ സന്താനങ്ങളെയാണ് യൗസേപ്പ് പിതാവ് ഉപേക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മറിയത്തിനെ കുറിച്ച് അറിയാവുന്ന ബന്ധുജനങ്ങൾ ഒരുപക്ഷെ യൗസേപ്പിനെ കുറ്റപ്പെടുത്തി കാണണം. യഹൂദ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളെ എന്തിന് നീ സംരക്ഷിക്കുന്നുവെന്ന് ചോദ്യങ്ങൾ കൊണ്ട് അവർ യൗസേപ്പിനെ പൊതിഞ്ഞിരിക്കണം. എങ്കിലും യൗസേപ്പ് പിതാവ് ഒരിക്കലും നിരാശനായില്ല. തൻ്റെ സ്വപ്നങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നത്തിനു വേണ്ടി അവൻ കാതോർത്തു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ലോകത്തിൻ്റെ മുമ്പിൽ അങ്ങനെ പരാജിതനായ ജോസഫ് ഇന്ന് നമ്മുടെ മുമ്പിൽ നാം വണങ്ങുന്ന ഏറ്റവും മഹാനായ ഒരു വിശുദ്ധനായി രൂപാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, നാം എന്തിനാണ് പലപ്പോഴും ദേവദാസനായ തിയോഫിനച്ചൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നത്? നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയല്ലേ? നമ്മുടെ സ്വപ്നങ്ങൾ തിരികെ പിടിക്കുമ്പോൾ തിയോഫിനച്ചനും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും: ഇത് നിന്നെക്കുറിച്ച് ദൈവം കണ്ട സ്വപ്നം തന്നെയാണോ? പലപ്പോഴും ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം നമുക്ക് ലഭിക്കണം എന്നില്ല. എങ്കിലും നമുക്ക് അറിയാം, നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ സ്വപ്നങ്ങളെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ് നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നതെന്ന്. നമുക്കറിയാം, തിയോഫിനച്ചൻ ഒരു വൈദികനാകണമെന്ന് ആഗ്രഹമാണ് ഉണ്ടായിരുന്നതെങ്കിൽ തിരുപ്പട്ടം എന്ന കർമ്മം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാഫല്യമായെന്ന് പറയാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സ്വപ്നം തൻ്റെ സ്വപ്നത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിച്ചപ്പോഴാണ് വെറും തിയോഫിൻ എന്ന വ്യക്തി ദേവദാസനായ തിയോഫിനായി മാറിയത്. ഇവിടെ നാം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കുമ്പോഴും ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയുന്നതും മറ്റൊന്നുമല്ല, ദൈവമായിരിക്കെ ദൈവമായ സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ മനുഷ്യനായി തീർന്നു. അതും പോരാനിട്ട് അവൻ മരണം സ്വീകരിച്ചു. അടിമയുടെ മരണം, കുരിശു മരണം. ദൈവത്തിന് എന്തിനാണ് മരണം? ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് നിരക്കാത്തതാണ് മരണം. പക്ഷേ ദൈവമായിരുന്ന യേശുനാഥൻ നമുക്ക് വേണ്ടി മരണത്തെ ഏറ്റുവാങ്ങി. കാരണം അത് ദൈവപിതാവിന് യേശുവിനെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വപ്നങ്ങൾ യേശുനാഥന് നാം സമർപ്പിക്കുമ്പോൾ യേശുനാഥൻ്റെ സ്വപ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് കൊണ്ടുവരാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ മക്കളെക്കുറിച്ച് മാതാപിതാക്കന്മാർക്കുള്ള സ്വപ്നങ്ങളുണ്ടാകും. എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനോടൊപ്പം അവരെ മനുഷ്യരാക്കി വളർത്തുവാനുള്ള, വിശുദ്ധിയിലേക്ക് വളർത്തുവാനുള്ള ദൈവത്തിൻ്റെ സ്വപ്നത്തെ കൂടി നാം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ടോ? അവിടെ നമുക്ക് തെറ്റുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്ലാനിങ്ങുകളും തെറ്റും എന്ന് സഭയും അതുപോലെ തന്നെ ലോകവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
പലപ്പോഴും നമ്മുടെ പ്ലാനിങ്ങും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്ലാനിങ്ങുകളും തെറ്റുന്നത് നാം ദൈവത്തെ മറന്നു പോകുമ്പോഴാണ്, ദൈവത്തിൻ്റെ സ്വപ്നത്തെ മറന്നു പോകുമ്പോഴാണ്. ഈ ഒരു വസ്തുത നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് കോറിയിടാം. പലപ്പോഴും നാം നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ നാം പറയുന്ന ഒരു വാക്ക് അച്ചീവ്മെൻ്റ് എന്നാണ്. നാം അത് നേടി എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ സ്വപ്നത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വേണ്ടി നാം നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോൾ അവിടെ നാം പറയുന്ന വാക്ക് സാക്രിഫൈസ്, ത്യാഗമെന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിപരമായ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ഒത്തിരിയേറെ ത്യാഗങ്ങൾ നാം സഹിക്കേണ്ടി വരും. പക്ഷെ അതിനെ ത്യാഗമെന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ത്യാഗം സ്വാർത്ഥമല്ല. അതുകൊണ്ട് തന്നെ നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സ്വപ്നങ്ങളിൽ അത് സാക്ഷാത്കരിക്കുവാനായിട്ട് നാം കഷ്ടപ്പെടുമ്പോൾ അവിടെ സ്വാർത്ഥതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ത്യാഗമാകുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വേണ്ടി നാം ത്യജിക്കുമ്പോൾ അവിടെയാണ് ത്യാഗം പൂർണ്ണമാകുന്നത്. ആ ത്യാഗത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തിരുവോസ്തി രൂപനായ യേശുനാഥൻ. ആ യേശുനാഥന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്വപ്നങ്ങളെയും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ഒരു ആരാധനയിലായിരിക്കാം. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാഷ്ടാംഗം വീണുന്ന ഏറ്റം മഹത്താമി ഉദാസി നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും ഔവിധം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാണെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർ കപ്പമേകിയല്ലോ, എല്ലാ സ്വാദം തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കുദാശനങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
ഉയരെ ഉയരെ കാണാം ഒരു ദീപശിഖ, ഉയരെ ഉയരെ കാണാം ഒരു ദീപശിഖ. വേദനിക്കും മനുഷ്യന്റെ തോളിൽ കൈയിട്ടുയർത്തിയ ദീപശിഖ, പുഞ്ചിരി തൻ ദീപശിഖ. കർമ്മയോഗി മനുഷ്യ സ്നേഹി തിയോഫിനച്ചനുയർത്തിയ ദീപശിഖ, ദീപശിഖ, ദീപശിഖ. തിയോഫിനച്ചനുയർത്തിയ ദീപശിഖ, ദീപശിഖ, ദീപശിഖ. തിയോഫിനച്ചനുയർത്തിയ ദീപശിഖ.